ഇന്നത്തെ വചനചിന്ത: ഇന്നലകളിൽ നമ്മെ നടത്തിയ ദൈവം നാളെയും നടത്താൻ വിശ്വസ്തൻ. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, മരുഭൂമിയിൽ ഇസ്രായേൽ ജനം തളർന്നു വീഴാതെ ദൈവം 30 ലക്ഷം ജനങ്ങളെ നടത്തിയെങ്കിൽ, അവർക്ക് ആവശ്യമാകുന്ന ആഹാരവും വെള്ളവും മരുഭൂമിയിൽ നൽകിയെങ്കിൽ, നിർജ്ജന പ്രദേശത്ത് ഭയമില്ലാതെ ഇസ്രായേൽ ജനങ്ങളെ ദൈവം വഴി നടത്തിയെങ്കിൽ, കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഒരനർത്ഥവും കൂടാതെ ഇസ്രായേൽ ജനത്തെ നന്മയും അടയാളവും നൽകി അത്ഭുതം നൽകി ദൈവം നടത്തി എങ്കിൽ, അതിനെ ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കണം: ഇന്നലകളിൽ എന്നെ നടത്തിയ ദൈവം, ഇന്നലകളിൽ എന്നെ കരുതിയ ദൈവം, ഇന്നലകളിൽ എന്നെ സംരക്ഷിച്ച ദൈവത്തിന് നാളെയും എന്നെ കരുതുവാനും എനിക്കായി അത്ഭുതം പ്രവർത്തിക്കുവാനും എന്നെ സംരക്ഷിക്കാനും എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്ന്. പിന്നെ എന്തിനാണ് ഭാരപ്പെടുന്നത്? എന്തിനാണ് തകരുന്നത്? യേശുക്രിസ്തുവിനെ ആശ്രയിച്ചാൽ മതി. യേശുക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനന്യൻ തന്നെ. നമ്മെ കഴിഞ്ഞ നാളുകൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിനായി നന്ദി പറയണം. കാരണം നാം ഭാരപ്പെടുന്ന സമയത്ത്, നാം തകർന്ന സമയത്ത്, രോഗം വരുന്ന സമയത്ത്, കടം വരുന്ന സമയത്ത് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഏക സത്യ ദൈവം അത് യേശുക്രിസ്തു മാത്രമാണ്. ഒരു ദൈവപൈതലിനെതിരെ ശത്രു പാളയം ഇറക്കുമ്പോൾ അവർക്ക് നടുവിൽ ദൈവത്തിൻ്റെ സൈന്യം ഇറങ്ങി വരുവാനിടയാകും. ദൂതന്മാർ ചുറ്റിനും പാളയം ഇറക്കി വിടുവിക്കുവാനിടയാകും. മറ്റുള്ളവരുടെ മുൻപിൽ തല കുനിയപ്പെടുമ്പോൾ ഭാരപ്പെടേണ്ട, ദൈവം തക്ക സമയത്ത് നമ്മുടെ തല ഉയർത്തുവാനിടയാകും. നമ്മുടെ ദൈവം നമുക്ക് ചുറ്റും പാറയും പരിചയമായിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടുവാനിടയാകും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ നിമിഷം കർത്താവ് യേശുക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ മതി. നാളുകളെ ദൈവം അറിയുന്നു, നമ്മുടെ വിഷയങ്ങളെ ദൈവം അറിയുന്നു, നമ്മുടെ ശൂന്യതകളെ ദൈവം അറിയുന്നു. നാം ഏതവസ്ഥയിലാണോ തലതാഴ്ന്നിരിക്കുന്നത്, നിന്ദിക്കപ്പെടേണ്ട, അപമാനിക്കപ്പെടേണ്ട സ്ഥാനത്ത് ദൈവം നമ്മെ തക്ക സമയം ഇറങ്ങി വിടുവിക്കുവാനിടയാകും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 3 മുതൽ തിരുവചനം വായിക്കുമ്പോൾ, ഗലിലെ കാനാവിലെ കല്യാണ ഭവനത്തിനകത്ത് വീഞ്ഞ് പോരാതെ വരുന്ന അവസ്ഥ, ആ ഭവനം ഒരു ശൂന്യതയുടെ അവസ്ഥയിൽ എത്തിയപ്പോൾ, ദേശക്കാരുടെ നടുവിൽ നിന്ദാപാത്രം ആകേണ്ട അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ, പച്ചവെള്ളത്തെ ഒരൊറ്റ വാക്കുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു വീഞ്ഞാക്കി മാറ്റിയെങ്കിൽ, അനേകം വർഷങ്ങൾ കൊണ്ട് രുചി വരുത്തുന്ന വീഞ്ഞിനേക്കാൾ ശ്രേഷ്ഠമായ വീഞ്ഞ് ആ ദേശക്കാരുടെ മുൻപിൽ മനുഷ്യർക്ക് ദൈവം നൽകിയെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മയും ദൈവം മാനിക്കുവാനിടയാകും. എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത്, പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നമുക്കായി കരുതും. കർത്താവ് നമ്മെ നടത്തും. ഇന്നലെ വരെ നമ്മെ നടത്തിയ, ഇന്നലെ വരെ നമ്മെ കരുതിയ ദൈവം നാളെ നമ്മെ നടത്തുവാനും നാളുകളിൽ നമുക്കായി കരുതുവാനും ശക്തനാണ്. നമ്മുടെ ദൈവം സകലത്തിൻ്റെയും ദൈവമാണ്. നമ്മുടെ ദൈവം സകലവും അതിൻ്റേതായ സമയത്ത് ഭംഗിയായി ചെയ്യുക തന്നെ ചെയ്യും. വചനം പറയുന്നു: ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നീ അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദിയും ഉണ്ടാക്കും. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥാനത്ത് ഭക്തനായ ഏലിയാവിനെ ദൈവം മുന്നോട്ട് നടത്തിയെങ്കിൽ, പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥാനത്ത് ഭക്തനായ യോസേഫിനെ രാജാവിനെ കൊണ്ട് ദൈവം ആളയച്ച് വിളിപ്പിച്ചുവെങ്കിൽ, പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥാനത്ത് ഭക്തനായ ദാനിയേലിനെ സിംഹക്കൂട്ടിൽ നിന്ന് ദൈവം ഇറക്കിയെങ്കിൽ, പ്രതീക്ഷകൾ അസ്തമിച്ച സ്ഥാനത്ത് കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസിനെ ദൈവം വിടുവിച്ചുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന താങ്കൾ ഏത് പ്രതിസന്ധിയിലായിരുന്നാലും, ഏത് പ്രതികൂലങ്ങളിലാണെങ്കിലും, പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, മനുഷ്യർക്കാർക്കും സഹായിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ, ദൈവം നമുക്കായി കരുതും, നമ്മെ വഴി നടത്തുവാനിടയാകും. ഭക്തനായ ഏലിയാവിനെ സഹായിപ്പാൻ ലോകത്തൊരു മനുഷ്യർക്ക് സാധിക്കുന്നില്ല. ഭക്തനായ ഏലിയാവ് കിരീടത്തോട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ ലോകത്തിലെ ഒരു മനുഷ്യനും ഭക്തനായ ഏലിയാവ് എവിടെ ഇരിക്കുന്നു എന്നറിയത്തില്ല. ഏലിയാവിനെ സകല ഭടന്മാർ തിരയുമ്പോഴും അവരുടെ തലയ്ക്ക് മുകളിലൂടെ കാക്ക പറന്നു വന്ന് ഭക്തനായ ഏലിയാവിന് അപ്പവും ഇറച്ചി നൽകി പോഷിപ്പിച്ചു. ശേഷം പ്രതീക്ഷകൾ അസ്തമിച്ച് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടപ്പോൾ ദൈവം കാട്ടിലെ മൃഗങ്ങളെ അയക്കാൻ കഴിയുന്നില്ല, മനുഷ്യരല്ല,
ദൈവം തന്നെ ഇറങ്ങി വന്നു. ദൂതൻ തട്ടി ഉണർത്തി ഏലിയാവിന് ആഹാരം നൽകി മുന്നോട്ട് നടത്തിച്ചു. വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം തക്ക സമയം നമുക്ക് വേണ്ടി ദൂതനെ അയക്കുവാനിടയാകും. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുക. കർത്താവ് വലിയ വലിയ അത്ഭുതങ്ങൾ വചനം ശ്രമിക്കുന്ന താങ്കൾക്കായി താങ്കളുടെ ഭവനത്തിനായി ചെയ്യുവാനിടയാകും. വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.